സ്പെഷ്യൽ കറി അപ്പൊ വാപ്പ പിന്നെ പാചകം ആളിയാ എല്ലാ ചക്കര ഇതെന്ത് ചക്കര കറി ഉണ്ടാക്കിയാൽ അപ്പൊ ചക്കര ഡെയിലി നീന്നി കറി ഉണ്ടാക്കാൻ കറിയുടെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് നമ്മുടെ വിജയം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രോ വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം കിച്ചണുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശേഷമാണ്. വിശേഷം എന്ന് പറയുമ്പോൾ ചക്കര ഇന്ന് ആദ്യമായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ആദ്യമായിട്ട് മീൻസ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതല്ല, ആദ്യമായിട്ട് ഇന്ന് ഫുഡ് വയ്ക്കാൻ പോവാണ് ഇവിടെ വന്നിട്ട്. കാരണം ഇന്നിവിടെ ഉമ്മ ഇല്ല. ഉമ്മ പിന്നെ രാവിലെ തന്നെ പിന്നെ ഉമ്മയുടെ അമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണും. അപ്പോൾ ആൾക്ക് ചെറിയൊരു നടുവേദന ഊരവേദന ഒരു കാര്യമുള്ളത് കൊണ്ട് അപ്പോൾ അന്ന് കാണിക്കാൻ വേണ്ടി ഉമ്മ ഹോസ്പിറ്റലിൽ പോയി കാണും. അപ്പോൾ ഏതായാലും ഉമ്മ വരുമ്പോൾ കുറച്ചുകൂടി കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ വാപ്പ പോയി ചിക്കൻ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചക്കരയുടെ കൂടെ ഞാനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിന്നിവിടെ കിച്ചണിൽ കയറിയിട്ട് പിന്നെ കുറച്ച് ചോറ് കറി സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ചക്കരയുടെ പാചകം എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. കുറച്ച് ഫണ്ണി മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോയേക്കാം. അവിടെയാണ് ചക്കരയുള്ളത് ഗൈസ്. അങ്ങനത്തെ ഈ താരം ഇവിടെ ഉണ്ട്. സാറേ ഇവിടെ എന്താണ് പരിപാടി? എല്ലാവരും എന്തേ അല്ല തുടക്കത്തിൽ തന്നെ ഇത് പാളിക്കും. അപ്പോൾ ഇത് അല്ല വെളുത്തുള്ളിക്ക് കാര്യമായിട്ട് പിന്നെ തൊലിയൊക്കെ കളയാനുണ്ടല്ലോ. എന്താണ് ചിക്കൻ പോണത്? എന്താണ് വയ്ക്കാൻ പോണത് സാറ്? ചിക്കൻ കറി വെക്കാൻ അറിയാമോ? ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത് അല്ലേ? അല്ല ഇനിയിപ്പോ അല്ല ഇനിയിപ്പോ എന്തുണ്ടെങ്കിലും അവര് സഹിച്ചോളും. കാരണം എന്ന് വെച്ചാല് വേറെ വഴിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയി ഇവിടെ വേറെ അല്ല എന്തായാലും വിശപ്പ് കൊണ്ട് എല്ലാരും കഴിക്കും അല്ലേ? വല്ല തൈരങ്ങണ വാങ്ങിയിരുന്നെങ്കിൽ അതൊന്ന് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കലക്കി അങ്ങനെ തിന്നായിരുന്നു എന്ന് പറഞ്ഞേനെ. ഇല്ല ഏതായാലും ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. അല്ല അത് ശരി. അപ്പൊ യൂട്യൂബിൽ നോക്കിയാ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഏതായാലും പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെഫ് ഇവിടെ നിക്കല്ലേ. ഓക്കെ. പിന്നെ അറിയാം, പക്ഷെ എങ്ങനെ ഏതൊക്കെ സമയത്ത് ഇടണ്ടെന്ന് അറിയില്ലല്ലേ, അതാണ് പ്രശ്നം. അല്ല അറിയാം, ഇത് വാടി കഴിയുമ്പോ അതിലേക്ക് വെള്ളം വരണം. അല്ല വാടി കഴിയുമ്പോ മീൻസ് മസാലകൾ ഇടണം, പൊടി ഐറ്റംസ് ഉണ്ടല്ലോ അത് ഇടണം, എന്നിട്ട് വെള്ളം വരണം. ഇത് എന്നിട്ട് അത് ഒന്ന് തിളച്ച് വന്നിട്ട് ചിക്കൻ ഇടുക അല്ലേ? മസാല റെഡി ആയതിനു ശേഷം ചിക്കൻ ഇടും. ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും, എന്നിട്ട് അത് അടച്ചു വെക്കും. വെള്ളം കുറച്ച് പറഞ്ഞാൽ മതി. ചിക്കൻ വേകുമ്പോ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. മനസ്സിലായില്ലേ? ചിക്കനിൽ ശരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ശരിക്കും വെള്ളം ഒഴിക്കണമെന്നില്ല. പിന്നെ നമുക്ക് കുഴമ്പായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ശരിക്കും വളരെ കുറച്ച് വെള്ളം വെച്ചാൽ മതി. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അതാണ് ചിക്കന്റെ പ്രത്യേകത. അപ്പൊ ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം അല്ലേ? എന്താണ് ഇവിടെ കാണുന്നത്? ചിക്കൻ കഴുകുന്നത് സഹായിക്കുകയാണ് ഗൈസ്. ചിക്കൻ കഴുകിട്ടേ സഹായിക്കുന്നത് വേറൊന്നുമല്ലേ. എന്തൊക്കെയാ നീ ചെയ്യുന്നത് നീ കാണണമല്ലോ. എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണണമല്ലോ. ഞാൻ കഴുകിയ എല്ല് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് ഒറ്റക്കല്ലേ ഉള്ളൂ. കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായമാവല്ലോ. അതുകൊണ്ട് മാത്രം ഇതൊരു സ്ഥിരമാക്കരുത്. ഇത് ഇനിയാണ് സ്ഥിരമാവാൻ പോണത്. ഇത് നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് പിന്നെ ഇത് തിന്ന് കഴിഞ്ഞ ലാസ്റ്റ് ടൈം ആവുമെന്ന് അറിഞ്ഞൂടാ. സംഭവം എന്ന് വെച്ചാലേ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടെ ചോറ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ കയറി കഴിഞ്ഞാൽ ആ സമയത്താവും. ഇല്ല പിന്നെ 4-5 മണിയാവൂലേ ഇതൊക്കെ വെച്ച് വരുമ്പോ വൈകുന്നേരം ചായയുടെ സമയമാവൂലേ. കാക്കോ അങ്ങനെ ഒരു പറച്ചില് വിശപ്പിന്റെ കാര്യമില്ലേ. അങ്ങനെ ഇവിടെ സവാളയൊക്കെ ഉരിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത് എന്താണ്? ചെറിയ ഉള്ളിയാ. ഇവിടെ നമ്മൾ ചിക്കൻ കറിയിൽ ചെറിയ ഉള്ളി ഇടും.
അപ്പോൾ പിന്നെ വെളുത്തുള്ളിയായി, ചെറിയുള്ളിയായി, ഇഞ്ചിയായി അല്ലേ? തക്കാളി ഉണ്ടേ? മുറിച്ച് വെക്കണം. അത് തികയില്ല, കുറച്ചുകൂടി വേണം. ചക്കര ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കേ ആണുങ്ങളുടെ കിച്ചണിൽ കയറി പാചകം വെക്കാൻ കഴിയുമെന്ന്. എന്താ അതിന്റെ മറുപടി? ആണുങ്ങൾ കിച്ചൺ കയറി പാചകം വെക്കാൻ കഴിയുക പറഞ്ഞാൽ ആണുങ്ങൾ കിച്ചൺ കയറി ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞല്ലേ അവിടുത്തെ വലിയ മെയിൻ ഷെഫുമാര് പറഞ്ഞ ആണുങ്ങളായിരിക്കും. ഓല് വെക്കണാണ് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് തിന്നുന്നത്. ഹോട്ടലിലെ കേസ് പോട്ടെ, ഇപ്പൊ ഞങ്ങള് ഗൾഫിൽ ഇരിക്കുന്നത് ആണുങ്ങള് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത് ചുരുക്കം പേരായിരിക്കും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ മെസ്സിൽ നിന്നോ കഴിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ റൂമിൽ വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആണുങ്ങളാണ് വെക്കുന്നത്. ഇപ്പം ഞാനായാലും ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ ആണുങ്ങളാണ് വെക്കുന്നത്. നമ്മൾ ആണുങ്ങൾ തന്നെയാണ് പാചകം ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ വീട്ടിലായെങ്കിലും സാഹചര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുക്കളയിൽ കയറുന്നതിനോ അല്ലെങ്കിൽ ഭാര്യയെ അമ്മയെ സഹായിക്കണതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിലൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അതല്ല അങ്ങനെയല്ലേ എൻ്റെ കാര്യം? അങ്ങനെ ശരിക്കും പറഞ്ഞ ആണുങ്ങൾ സഹായിച്ചു കൊടുക്കണം. ഇപ്പോ സാഹചര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിച്ചാല് വേഗം ജോലി തീരും. ഒരാള് ചെയ്യുന്ന പണി ഒരാളും കൂടി ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് ചെയ്യാമല്ലോ, വേഗം തീരുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരാള് ചെയ്യുന്ന പണി ഒരാളോട് ഉണ്ടെങ്കിൽ എന്താവും, രണ്ടാളാവും. അപ്പോൾ കാര്യങ്ങൾ വേഗം വേഗം കഴിയും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ രാവിലെ തന്നെ നമുക്കത് നല്ല അടിപൊളി മഴയാണ് ഇവിടെ. കാലവർഷമാണ്. അപ്പോൾ എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും മഴ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വാപ്പത ഇവിടെ ഇരിക്കുന്നുണ്ട്. വാപ്പ എന്തുണ്ട് വിശേഷം? വിശേഷം എന്താ, രാവിലെ മഴ തന്നെ, നല്ല മഴയല്ലേ? നല്ല മഴ തന്നെ. പിന്നെ ഇന്ന് ചക്കരയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് ഇതാ ചിക്കൻ കറിയൊക്കെ കഴിക്കാണ്. വാപ്പ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നില്ലേ? അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ ഇവിടെ അടുക്കളയിൽ തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമോ നമുക്ക്? ഇല്ല, നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം. അമ്മ ഇവിടെ ഇല്ല, അമ്മ ഹോസ്പിറ്റലിൽ പോയേക്കാണ്. അമ്മ ഹോസ്പിറ്റലിൽ പോയേക്കാണ്. ഉമ്മയും കൊണ്ട് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയേക്കാണ്. ചക്കര അടുക്കളയിൽ കയറി. ഞാനാണ് ചോദിച്ചത്, ഇനിയിപ്പോ നമ്മൾ പുറത്തേക്ക് കഴിക്കേണ്ടി വരുമോ ചിക്കൻ കറിയൊക്കെ വെച്ചുണ്ടെങ്കിൽ? അടിപൊളിയായിട്ട് ചക്കര വെക്കുമല്ലേ? അപ്പൊ വാപ്പാക്ക് ശുഭപ്രതീക്ഷയുണ്ട് ചക്കര ഏതായാലും അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കുന്നല്ലേ. ഇന്നത്തെ കറി സൂപ്പർ കറി ആയിരിക്കും, പാലക്കാട് സ്റ്റൈൽ കറിയാണ്. ഇന്നത്തെ കറി പാലക്കാട് സ്റ്റൈൽ കറി ആയിരിക്കും. ചക്കര ഇവിടെ വന്നതിന് ശേഷം കാര്യമായിട്ട് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ ഒന്നും കിട്ടിയിട്ടില്ലല്ലേ? ഉമ്മാരെ കൂടെ അടുക്കള ഹെൽപ്പ് ചെയ്യാൻ കയറുന്നില്ലാതെ ചക്കര സ്വന്തമായിട്ട് അടുക്കള കൈകാര്യം ചെയ്തിട്ടില്ല. ഒരു വെറൈറ്റി വരട്ടല്ലേ? പാലക്കാട് സ്റ്റൈൽ ചിക്കൻ കറി ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് പാലക്കാട് സ്റ്റൈൽ ചിക്കൻ കറി കഴിക്കാൻ വാപ്പായൊക്കെ ഇവിടെ കട്ട വെയിറ്റിംഗിലാണ്. വാപ്പ എനിക്ക് വന്ന് പാലക്കാട് സ്റ്റൈൽ കറി കഴിക്കാൻ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഉച്ചയ്ക്ക് നല്ല വൃത്തിക്ക് കഴിക്കാൻ വേണ്ടി കാപ്പി പിടിച്ചല്ലേ? അപ്പൊ ഉച്ചയ്ക്ക് ഇന്ന് പാലക്കാടും ചിക്കൻ കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു പിടുത്തം പിടിക്കാം. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ചക്കര അടുക്കളയിൽ കയറി അവിടെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ടായിരുന്നു കൂടെ. ചിക്കൻ കറി കൂട്ടി കഴിയാല്ലേ? അപ്പൊ ഏതായാലും മയകെത്തുമ്പോ കുറച്ചുകൂടി കഴിയും, ഉച്ചയാവും. അപ്പോൾ രാവിലെ തന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആ സമയം അവരെത്തൂല്ലേ? ആ സമയത്ത് നമുക്ക് ഇവിടെയും കറി സാധനങ്ങളൊക്കെ റെഡി ആക്കണം. അപ്പോൾ ചക്കര ഇവിടെ ഉണ്ട്, പണിയിലാണ്. ഞാനും ഉണ്ടായിരുന്നു ഇത്ര നേരം കൂടെ. അപ്പോഴാണ് പിന്നെ വാപ്പ അടുത്തോണ്ടൊന്ന് വന്നു നോക്കിയത്. ഓക്കെ, അതാണ് മിക്സഡ് കറി ആയിരിക്കും. പഠിച്ചു വരട്ടെ. ഞാനും ചക്കരയും കൂടെ ഉള്ളതുകൊണ്ട് കൊല്ലം പാലക്കാട് ചേർന്ന കറിയായിരിക്കും. ചക്കര ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പാലക്കാട് കറിയാവും. അല്ല, ഇനി ഇവിടെ നിന്ന് കൊല്ലം സ്റ്റൈല് കറി പഠിച്ചിട്ട് വേണം അവിടെ പോയിട്ട് കറി വെച്ചുണ്ടാക്കി കൊടുക്കാന്. അല്ല, അവര് പറയണം, നമ്മളും അറിയണം അല്ലെ? രണ്ട് സ്ഥലത്തെയും തെക്കിന്റെയും വടക്കിന്റെയും ടേസ്റ്റ് അറിയണം. അറിയത്തുള്ളൂ ഏതാണ് ഒരേ സ്റ്റൈല് അറിയാൻ പറ്റില്ല. വ്യത്യാസം എന്താണെന്ന് അല്ലേ? നല്ല അറിയായിരിക്കും. ഓക്കെ, ഈ സംഗതിയുടെ വാപ്പ എത്തിയിട്ടുണ്ട് ചക്കരയുടെ ഇന്നത്തെ കുക്കിംഗ് കാണാൻ വേണ്ടിയിട്ട്. വാപ്പായും ചക്കര നിൽക്കുമ്പോൾ ഏകദേശം ഞാൻ നിൽക്കും പോലെ തന്നെ അല്ലേ? ഞാനും ചക്കര നിൽക്കും പോലെ തന്നെ. വാപ്പ ഏകദേശം എന്റെ അത്ര ഹൈറ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഏകദേശം അതുപോലെ തന്നെ. അപ്പൊ വാപ്പ പിന്നെ പാചകം കാണാൻ കുഴപ്പമില്ല. ചിലപ്പോ ചെറിയ പോരായ്മകളൊക്കെ വരും. മറ്റേ റീൽസിൽ പറഞ്ഞ ചിലവർക്ക് ശരിയാവും. നമ്മൾ ഏത് കറി ഉണ്ടാക്കിയാലും ചിലപ്പോ ചില പോരായ്മകൾ വരും. അത് വരും. ചക്കരെ കല്യാണത്തിന് വെച്ചാലും തന്നെ ഉണ്ടാവുമല്ലോ ചില പോരായ്മകൾ. ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പോ ടേസ്റ്റ് കുറയും ഉണ്ടാവും. പിന്നെ സാഹചര്യം അനുസരിച്ചാണ് അപ്പം അതൊക്കെ കുറച്ചുകൂടെ ധൈര്യമായി വാപ്പ അത് പറഞ്ഞപ്പോ. കാരണം ഇനിയിപ്പോ ഉപ്പോ എരിയോ ഒക്കെ കൂടുതലായാലും ചിക്കൻ ഇനിയിപ്പോ കരിഞ്ഞോയാലും എന്തായാലും പ്രശ്നമില്ല. പ്രശ്നമില്ല അല്ലേ? മോശമാവും. അത് നമ്മൾ അറിഞ്ഞ് കഴിക്കണം. അത് അത്രേ ഉള്ളൂ. ഇന്ന് ഒരു ടേസ്റ്റ് കഴിക്കാൻ പറ്റത്തില്ല. നമ്മളെ പുറത്ത് പോകുമ്പോഴും ഹോട്ടലിൽ കയറി കഴിക്കുമ്പോൾ പല ഹോട്ടലിൽ പല ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോ ഇന്നത്തെ കറി ആയിരിക്കും ഏറ്റവും നല്ലത്, ചിലപ്പോ ഇച്ചിരി മോശമായിരിക്കും. സ്വാഭാവികമാണ്. അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളല്ലേ അതിന്റെ വ്യത്യാസം? അതില് നമ്മള് കുറ്റവും കുറവും പറയരുത്. അതെ, കറികൾ കഴിച്ചിട്ട് കഴിക്കുക, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെ പാചകം നടക്കട്ടെ. ഓക്കെ, അപ്പൊ ചക്കരക്ക് നല്ല വൈബിനൊത്ത ഉപ്പായാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചക്കര നല്ല രക്ഷപ്പെട്ടു. ചക്കര ഇതിപ്പോ മറ്റേ റീൽസിൽ പറഞ്ഞ പോലെ ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല. നമ്മൾ ഏതായാലും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ കോലത്തിലാവരുത് മതി. പടച്ചവനെ, എന്താ വിരള് മുറിക്കാണ്? വിരളിന്റെ ആവശ്യമില്ല ചിക്കൻ കറിയില്. ഒരുപാട് ചിക്കൻ ഉണ്ട്, തികഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് വിരളോ കയ്യോ കട്ട് ചെയ്തിട്ടാ. ഇഞ്ചി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്യുന്നതാണ്. ഓ, എന്റെ നീളം വിരല് വേണമെങ്കിൽ എനിക്ക് ഒരു ദിവസം കറിക്ക് വേണ്ടി മാത്രം എന്റെ വിരലുകൾ എടുക്കുക നിനക്ക്. അപ്പൊ ഏതായാലും നമുക്ക് ഞങ്ങൾ രണ്ടാളും കയ്യിന്റെ എടുപ്പാണ് ഇങ്ങനെ ഇത്ര വ്യത്യാസം വരുന്നുണ്ടല്ലേ. ഓക്കെ, ഏതായാലും നമുക്ക് ബാക്കി പണികളിലോട്ട് കിടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ ഷെഫിന്റെ ഉള്ളി അരിയൽ സീനാണ്. തുടങ്ങാ. അയ്യോ, അവിടെ നിന്ന് കാണില്ലേ നിങ്ങൾ? ഈ ആണുങ്ങളെയും കൊണ്ടല്ല ഇങ്ങനെ അറിയാൻ വയ്ക്കുള്ളൂ. ആണുങ്ങളെയും കൊണ്ടല്ലേ മെയിനായിട്ട്. പെണ്ണുങ്ങളും ചെയ്യും, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാന്ന് മാത്രം. അല്ല, ഈ എന്താ ബിരിയാണി ഒക്കെ വെക്കുന്ന ആൾക്കാരില്ലേ, ഓലൊക്കെ ഇങ്ങനെ അരിഞ്ഞു പോലല്ലേ. ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ്. ഗുഡ് ബോയ്. ഇതൊക്കെ പഠിക്കണം ചക്കരെ, ഇതൊക്കെ പഠിച്ചു വെക്കണം. എപ്പോഴാണ് ഇതൊക്കെ ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പഠിച്ചോനെ, രണ്ടുള്ളി ഇങ്ങനെ അപ്പോ നമ്മുടെ ഇവിടെ ചിക്കൻ കറിക്കുള്ള മെയിൻ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സവാള, അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞുറുക്കിയത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്. അപ്പോൾ ഇനി ഇത് പേസ്റ്റ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള സെറ്റപ്പ് നോക്കാൻ. കഴുകി റെഡി ആയില്ലേ? ആ, ചക്കരത് ബാക്കി കഴുകാനുള്ളത് കൂടി കഴുകി റെഡിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കർ ഇവിടെ അടുപ്പിൽ കയറിയിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇടാം. നമ്മുടെ നാട്ടിൽ ഉലുവ ഇടും, ഇനി ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് ഉലുവ ഇടും, കടുകൊന്നും ഇടലില്ല, പക്ഷെ ഉലുവ ഇടലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് ശരിക്കും? എന്തിന്? ഇവിടെ നിന്ന് പാലക്കാടേക്ക് വിളിക്കാണ് ചക്കര. ചിക്കൻ കറിയിൽ എന്തൊക്കെ ചേർക്കും? ചിക്കൻ കറിയിൽ എന്തൊക്കെ ചേർക്കും? ചിക്കൻ കൊടുന്നു. ഒക്കെ റെഡി ആയിക്കോളും. മസാലകൾ പറയും, വേഗം പറയും. ഞാൻ മുള്ളമേ നിക്കണേ. അളിയാ വിമ്മലക്കാനൊന്നും പറയല്ലേ, ഇവിടെ കുറച്ച് മനുഷ്യ ജീവനുള്ളതാണ്. ഹോസ്പിറ്റൽ കേക്കണേ, എന്തമ്മയുടെ കൊണ്ട് നടുവേദന എത്ര ഒക്കെ വാങ്ങി, ഒക്കെ റെഡി. എന്ത് മസാല? അത് ഗരം മസാല ഇവിടെ ഉണ്ട്. അത് ഇതുണ്ടേ, ഗരം മസാല ഇട്ടാ പോരെ? അതിന്റെ കൂടെ ഏത് തക്കാളി ഇടി, കറുവപ്പില ഇടുക. എന്നിട്ട് പിന്നെ
അത് വിട്ടിട്ട് നല്ലോണം വാട്ടുക. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അടുത്ത് കോഴി മസാല അടുത്ത് ഒക്കെ പാടിട്ടിട്ട് നല്ലോണം വാട്ടുക എണ്ണയിലിട്ടിട്ട്. ഇറച്ചിയിലൊന്നും ചേർക്കണ്ടല്ലോ. ഇറച്ചിക്ക് തോരൻ അതല്ല മസാല. കേസ് അങ്ങനെ ഇവിടെ കൊല്ലത്ത് നിന്ന് നേരെ പാലക്കാട്ട് വിളിച്ചേക്കാണ് ഉമ്മാനോട് എങ്ങനെയാന്ന് ചോദിക്കാൻ. ഉമ്മ എന്താ പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, നമുക്ക് അതേപോലെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എമ്മ കറാമ്പും പട്ടയൊക്കെ ചേർക്കലുണ്ട്. അത് ഗരം മസാല ചേർക്കടി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം അതാണ് നല്ലത്, ഗരം മസാലയാണ് നല്ലത്. അതേ സാധനം തന്നെയാണ് ഗരം മസാല. അമ്മ പറഞ്ഞില്ല ഇതൊക്കെ മിക്സിയിൽ അടിക്കണം എന്ന്. അതായത് ഉമ്മ പറഞ്ഞെന്താണ് ഇതൊക്കെ മിക്സിയിൽ അടിച്ച് പൊടിക്കാനല്ലേ അറിഞ്ഞു. ഇതൊക്കെ പൊടിച്ച് നമ്മളിവിടെ പൊടിച്ചതോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും സവാള ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇനി അടുത്ത് എന്താ ഇടാൻ പറഞ്ഞു? തക്കാളി. എപ്പോഴാ തക്കാളി ഇടണ്ടെന്ന് പറഞ്ഞു? വാടി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അറിയും? വാടി മൂത്തൊരു ഗോൾഡൻ കളറാവും. അപ്പോഴ് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നറിയോ? എനിക്ക് എന്തേ അറിയാത്തെന്നറിയോ? ഈ പൊടികളില്ലേ അത് ഏത് അളവിൽ ഇടണം എന്നുള്ളത്. പൊടികള് നമ്മൾ അളവ് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും. അതായത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മനസ്സിലായില്ലേ? ഇത്രയും സാധനങ്ങൾ അത് നമ്മൾ അതിന്റെ അളവ് നോക്കിയിട്ടോ. അതാണ് അതിന്റെ കാര്യം. ഹലോ. ഇവിടെ ചോറ് കറിയൊക്കെ വെക്കുന്ന ചക്കര. ചോറല്ല കറി വെക്കുന്ന ചിക്കൻ കറി. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നിക്കാൻ അറിയില്ല. നിങ്ങളെ വരുമ്പഴേ ഒരു 5 ചോറും കറിയൊക്കെ വാങ്ങിക്കോ. അപ്പൊ എന്നാ 5 പാക്കറ്റ് കറി വാങ്ങിക്കോ. ഇവിടുത്തെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളത്. എന്താവും ഏത് സമയത്ത് തീരാതൊന്നും ആർക്കും അറിഞ്ഞൂടാ. ഞാൻ വെക്കാന്ന് പറഞ്ഞു. അപ്പോഴേ ചക്കര പറഞ്ഞു ചക്കരയുടെ പാലക്കാടൻ കൈപ്പുണ്യം എന്തായാലും ഇന്നിവിടെ തെളിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഇപ്പൊ ചക്കരക്ക് ഡൗട്ട് കാരണം ചക്കര ഉമ്മായെ വിളിച്ചു ചോദിച്ചു. അപ്പോഴുമ്മാരെ കുറച്ച് നിർദ്ദേശങ്ങൾ ഉമ്മായും പറഞ്ഞു കൊടുത്തു ചക്കരയില. അങ്ങനെ ഉള്ളി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. 7 ഉള്ളി ഇട്ടിട്ടുണ്ട്. ഗരം മസാല അതൊക്കെ കിട്ടി. അപ്പൊ ഗൈസ് ചക്കര ഇവിടെ ചിക്കന് ഇളക്കിക്കൊണ്ട് നിക്കാണ്. ഇപ്പൊ നിങ്ങക്ക് വേറൊരു ഒമ്പ ടെസ്റ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. അതായത് ചക്കര ഇതിപ്പോ എന്റെ ഒപ്പത്തിനൊപ്പം നിന്നിട്ടാണ് ഇളക്കണത്. ഇത് എങ്ങനെയാണ് ഇത്ര ഉയരം വന്നത് ഞാൻ കാണിച്ചു തരാം. വേറൊന്നുമല്ല. എന്താ ചക്കര ആദ്യം എങ്ങനെ ചെയ്ത്? നോർമലായിട്ട് നിന്ന് ചെയ്തപ്പോ എന്ത് പറ്റി? കൈ പൊള്ളുന്നല്ലേ? കൈ ഇതിലിങ്ങനെ തട്ടുകയാണ്. ചക്കരക്ക് പൊക്കം കുറഞ്ഞിട്ടും നമ്മൾ ഈ സ്ലാബ് ചെറിയ പൊക്കം കൂടിയിട്ടാണ്. എന്നാലും നമുക്കൊക്കെ ഓക്കെയാണ്. പക്ഷെ ചക്കരക്ക് എത്തുന്നില്ല പറഞ്ഞിട്ട്. അപ്പൊ ചക്കരക്ക് ചെറിയൊരു വഴി, ഒരു പോംവഴി ചെയ്ത് കൊടുത്തു. ഉയരം കൂടിയിട്ട് നിന്ന് ഇളക്കാൻ വേണ്ടിട്ട്. എന്താ ഞാൻ കാണിച്ചു തരാം. അല്ല ചക്കര ഇതെന്ത് ഗൈസ്? അതാ പിന്നെ കറി ഇളക്കാൻ കഴിയില്ല പറഞ്ഞിട്ടേ ഇതാ നോക്ക്, സ്റ്റൂളിട്ടിട്ട് കേറി നിക്കാൻ ഇവിടെ ഒരാള്. അല്ല ഇപ്പൊ സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടോ? നേരത്തെ അല്ലാതെ താഴത്ത് നിന്ന് ഇളക്കിയിട്ട് പിന്നെ ഈ കൈ ഇവിടെ തട്ടുകയാണല്ലേ, ചൂട് കയ്യിൽ തട്ടുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നോക്ക് സ്റ്റൂളിന്റെ മണ്ടയിൽ കയറി നിന്നിട്ടാണ് ഇളക്കുന്നത്. അല്ല ഇനി ഒരു കാര്യം ചെയ്തോ, പോണോടത്തൊക്കെ ഈ സ്റ്റൂളേ പിന്നെ കയ്യിൽ കൊണ്ടിടണോ? തക്കാളി എടുക്ക. എന്തായി വാടിയത്? ഏതായാലും ഇത് ഇഷ്ടപ്പെട്ടു ചക്കരെ. അപ്പൊ ഈ ഒരു സാധനം അറിഞ്ഞുകൊണ്ട് നമ്മള് എന്ത് അപ്പൊ ഏതായാലും ഈ ഒരു സാധനം അറിഞ്ഞു കണ്ടിവിടെ വാങ്ങി വെച്ചതാണ്. കുഴപ്പമില്ല, ഏതായാലും കാര്യം നടക്കട്ടെ. ഇനിയിപ്പോ ഇത് ഉയരം കൂടിയതും ഞാൻ ഉയരം കുറഞ്ഞതും ഓക്കെ, അത് ആരുടെയും തെറ്റല്ല, നമ്മുടെ ആരുടെയും തെറ്റില്ല. അപ്പൊ ഏതായാലും ഈ സാധനം ഇനി പോണോടത്തൊക്കെ കൊണ്ടു കിടന്നോ, ആവശ്യമുണ്ടോ ഈ സാധനം? അങ്ങനെ ഉള്ളി വെന്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ചെയ്ത് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. അത് ഇട്ടോ. ഇനി നല്ലപോലെ ഇളക്കിട്ടോ. ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മസാല ഇടാം. ഇനി ഒരു സാധനം കൂടി ഇടാണ്ട്, മല്ലിത്തല അല്ലെങ്കിൽ മല്ലിച്ചപ്പ് എന്നൊക്കെ നമ്മൾ പറയും.
അപ്പോൾ ഈ ഒരു മല്ലിച്ചപ്പാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് മല്ലിച്ചപ്പാണ്? ശരിക്കും ഇത് വയനാടൻ മല്ലിയില എന്നാണ് നമ്മളോട് പറയുന്നത്. വയനാട്ടിലുള്ള ആൾക്കാർ ഉണ്ടോ? അപ്പോൾ വയനാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള മല്ലിച്ചപ്പ് ഇത് തന്നെയാണോ? ഉണ്ടോ? നമ്മള് കിണർ നേരാക്കുന്ന സമയത്തേ ഇത് പോയി. അപ്പോൾ ഈ വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും ഈ സാധനം പിന്നെ നിങ്ങളവിടെ ഉള്ള സാധനം തന്നെയാണോ? ഇവിടെ വയനാടൻ മല്ലിയില എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ. കുറച്ചോ. ഇത് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതല്ല, നമ്മളിവിടെ വീട്ടിലെ പറമ്പ് തന്നെ ഉള്ളതാണ്. എന്നോ കാലത്ത് 5-6 കൊല്ലം മുന്നേ ഒരു തൈ കൊണ്ട് വെച്ചതാണ്. അപ്പൊ നമ്മുടെ ഈ പറമ്പ് മുഴുവൻ ഈ സാധനമാണ്. അപ്പൊ ഇത് ഒരുപാടൊന്നും വേണ്ട. ഈ ഒരു 2 പിന്നെ ഇല ഇട്ട് കൊടുത്താൽ ഈ കറി മൊത്തം നല്ല ഇതിന്റെ ഫ്ലേവർ ആയിരിക്കും. നല്ല മല്ലിയുടെ ഫ്ലേവറാണ്. കാരണം ഇത് നമ്മുടെ മറ്റേ മല്ലിയിലേക്കാളും കുറച്ചും കൂടി നല്ല മണമുള്ള നല്ല ചുവയുള്ളൊരു മല്ലിയിലയാണ്. അപ്പൊ ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പിന്നെ വീട്ടിലെ സൈഡിൽ തന്നെ ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 പൊട്ടിച്ചുകൊണ്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. ഈ സാധനം കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ദേ ഇവിടെ മസാലപ്പൊടി ഇടുകയാണ്. മഞ്ഞപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ട്. ഇടും, ഒന്നും കൂടി ഇടും. കുറച്ചുകൂടി ഇട്ടോ. അടുത്തത് മുളക് പൊടി ഇട്ടോ. മസാലപ്പൊടി ഇടാണ്. മുളക് പൊടി അധികം ഇടരുത് കേട്ടോ. എരി കുറച്ച് മതി. മുളക് പൊടി 1 സ്പൂൺ ഇട്. ഒന്നുകൂടി ഇട്. കുറച്ചുകൂടി ഇട്. കുറച്ചുകൂടി ഇട്ടോ. കുറച്ച് മതി. ഇത്രയും ചിക്കൻ ഉണ്ട്, ഇത്രയും മസാല ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ മസാല പിടിക്കണ്ടേ? നിക്ക് ഇതൊന്നായിട്ട് ഇളക്കാം. ആദ്യം ഇത്ര ഇളക്ക്. ഗരം മസാല ചിക്കൻ മസാല നമുക്ക് ഇടാം. അത് ഇളക്കിക്കോ, നല്ലപോലെ ഇളക്കിക്കോ. അങ്ങനെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് ചിക്കൻ്റെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇട്ടു. ചിക്കൻ നല്ലപോലെ ഇളക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കനിൽ നല്ലപോലെ ഇളക്കി മസാല ചേരണം. എന്നിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തടച്ചു വെക്കാം. എത്ര വിസിലടിക്കണം? 2 വിസിൽ. ഞാൻ തൊള്ളയും കൊണ്ട് അടിച്ചാൽ മതിയോ? അപ്പോൾ 2 വിസിലടിച്ചിട്ട് ഓഫാക്കാം. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ചക്കരയുടെ കുക്കിംഗ് ചക്കരയുടെ പിന്നെ പാചകം കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അത് തന്നെ ആവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോഴേ അല്ലേ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ പാലക്കാട് സ്റ്റൈൽ ആവില്ല, കൊല്ലവും പാലക്കാട് മിക്സ് ആയിട്ടുള്ള കറിയാവും. അപ്പൊ ഇന്നത്തെ ചിക്കൻ കറിയുടെ പേരാണ് കൊല്ലക്കാട്. കൊല്ലവും പാലക്കാടും ചേർന്നുള്ള കറി. കാരണം ഞാനുണ്ട് വെക്കുന്നതിൽ നീയുണ്ട്. അപ്പൊ രണ്ടുകൂടെ ചേർന്ന് കൊല്ലക്കാട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്ന കേസ്. അപ്പൊ പുതിയ സ്പെഷ്യലാണ് കൊല്ലക്കാട് ചിക്കൻ കറി. കുക്കർ പൊളിക്കോ അടിച്ചടിച്ച്. നല്ലൊരു ഐഡിയ ഉണ്ട്. കൈയിട്ട് നല്ലപോലെ ഇളക്കി. നീ തീയിൽ കുരുത്താണല്ലേ, അപ്പൊ അപ്പൊ ഇനി അതിൽ മസാലയൊക്കെ പിടിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കാം നമുക്ക്. അപ്പോ കുക്കർ കറക്റ്റ് സെന്ററിലോട്ടെ. അപ്പൊ നമ്മൾ 2 വിസിൽ കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇറക്കിയതിന് ശേഷമുള്ളത് കാണാം. നല്ലപോലെ അടച്ചില്ലേ, ഇല്ലെങ്കിലേ കുക്കർ പോകുമ്പോൾ ഒറ്റ പോക്കാവും. ഇല്ലെങ്കിൽ കുക്കർ എന്ന് വെച്ചാല് അടിപൊളി പവറാണ്. ഏത് പവറിലാ പൊട്ടുന്ന അറിയോ? അപ്പൊ കുക്കർ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ മക്കളെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി, ഒക്കെ വിളമ്പി എടുത്തു. അപ്പോൾ ചിക്കൻ കറി എന്താന്ന് കാണിച്ചു തരാം. ഓ അടിപൊളി മണമല്ലോ ചക്കരെ. അയ്യ മോനെ. അപ്പോൾ ചിക്കൻ കറി ഇത് റെഡിയായി, അതിൽ നിന്ന് കോരി എടുത്തു. പിന്നെ അവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡിയായ സമയത്തിന് ഉമ്മായി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കഴിക്കാനാണ് അവിടെ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലക്കാട് ചിക്കൻ കറിയുടെ സ്റ്റൈലിൻ്റെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ചോദിച്ചേക്കാം. പാലക്കാടും കൊല്ലം കൂടെ മിക്സ് ചെയ്തിട്ട് കൊല്ലക്കാട് ചിക്കൻ കറി. അപ്പോൾ കഴിക്കുന്നിടത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ അതേ ചക്കരയുടെ ചിക്കൻ കറി സ്പെഷ്യൽ ഇവർ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചിക്കൻ കറി? കൊള്ളാമോ? നമ്മളവിടെ വയ്ക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഇല്ല, ചെറിയ രീതിക്കുള്ള വ്യത്യാസം ഉണ്ടല്ലേ? ചക്കര കറി ഉണ്ടാക്കിയാൽ അപ്പൊ ചക്കര ഡെയിലി നീന്നി കറി ഉണ്ടാക്കാൻ കറിയുടെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇത് നമ്മുടെ വിജയം. ഈ ചിക്കൻ കറിയുടെ പേര് ശരിക്കും പാലക്കാട് ചിക്കൻ കറി അല്ല. ഇത് പാലക്കാടും അല്ല കൊല്ലവും അല്ല. ഈ ചിക്കൻ്റെ ഇത് കറീൻ്റെ പേരെന്താണ്? ഇതാണ് കൊല്ലക്കാട് ചിക്കൻ കറി. കൊല്ലവും പാലക്കാടും കൂടി മിക്സ് ആയിട്ട്. കാരണം ഞാനും ചക്കരയും കൂടെ ചേർന്നിട്ടുള്ള ഉണ്ടാക്കിയ കറി ആയതുകൊണ്ട് തന്നെയല്ലേ. ഇവിടുത്തെ ടേസ്റ്റ് ആണെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവരും കറി ഇഷ്ടപ്പെട്ടല്ലേ?
അപ്പോൾ ഓക്കെ കഴിച്ചോളൂ. ഇനി ഉമ്മയുടെ റിവ്യൂ ചോദിച്ചു നോക്കാം. ഉമ്മയാണല്ലോ കറക്റ്റ് ഇവിടെ പിന്നെ കിച്ചൺ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ചോദിച്ചേക്കാം കറിയിൽ എന്ത് വ്യത്യാസമാണ്. ഉമ്മ കറി കഴിച്ചു നോക്കിയാ? കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെല്ലാരും കഴിച്ചോട്ടെ. എല്ലാരും കഴിച്ച് നമ്മള് ഈ പിന്നെ ഗുളിക മരുന്നൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ആദ്യം ഈ എലിക്ക് മുയലിനൊക്കെയാണ് ഈ സാധനം കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇതിനൊന്നും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അവസാനം മനുഷ്യന് കൊടുക്കും. അതേപോലെ തന്നെ ബഹിരാകാശത്തോട്ടൊക്കെ ആദ്യം ഈ എലീനെ ഈ പറഞ്ഞ പോലെ മുയലിനെയൊക്കെ വിട്ടു നോക്കും. എന്നിട്ട് ഇതൊക്കെ തിരിച്ചു വരുന്നുണ്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ മനുഷ്യനെ വിടുള്ളൂ. അപ്പൊ അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാവരോടും പറഞ്ഞു എല്ലാവരും നിങ്ങൾ കഴിച്ചോളി, എനിക്കിപ്പോ വിശപ്പില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാവരോടെ എനിക്ക് വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ കേസ് എല്ലാവരോടെ കഴിച്ചു നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ കഴിക്കും. അങ്ങനെയൊന്നുമില്ല. ഏതായാലും ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓ എന്റെ മോനെ ഏത് വിളവ്. അപ്പൊ അവർക്കെല്ലാം കറി ഇഷ്ടപ്പെട്ടു. ഉമ്മ കഴിച്ചു നോക്കിയാ കറി? കഴിക്കാൻ പോകുന്നല്ലേ? അപ്പൊ ഉമ്മയും കഴിക്കാൻ പോകുന്നുണ്ട്. ചക്കര ഇരുന്നോ കഴിച്ചോ? എല്ലാവർക്കും കൊടുത്തിട്ട് നീ കഴിക്കുന്നുള്ളു. കൈ എടുക്ക്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാന്ന്. ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു വിശേഷം. അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചക്കരയുടെ ഒരു പാചകം, ഒരു കുക്കിംഗ് റെസിപ്പി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചക്കരയുടെ സ്പെഷ്യൽ അത് ശരി, എൻ്റെ ഉണ്ടാക്കിയാവും അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കടിക്കുന്നവർക്ക് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ദാ ചിക്കൻ കറി വീണ്ടും ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നല്ലോ. ഓ മക്കളെ, ദാ ചിക്കൻ കറി വീണ്ടും പോകുന്നു ചക്കരെ. അപ്പോൾ ഏതായാലും സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അമ്മതേ വീണ്ടും ആളിന്ന് കറി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഏതായാലും സംഭവം വിജയിച്ചു. ഡൺ. അപ്പോൾ നാളെ മുതൽ ഡെയിലി ചിക്കൻ കറി ആയിക്കോട്ടെ. ഞാൻ അടുത്ത റെസിപ്പിക്ക് പോരട്ടെ. അപ്പം അല്ല ഇതിനിപ്പോ ചക്കരയുടെ ഉമ്മ ഈ വീഡിയോ കാണും കേട്ടാ. അപ്പൊ ചക്കരയുടെ ഉമ്മ ഈ വീഡിയോ കണ്ടിട്ട് പറയും, അല്ല ഇവിടെ നിന്നപ്പോ കിട്ടാ ഇപ്പൊ കറികൾ ഒന്നും ഉണ്ടാക്കത്തില്ല, അവിടെ പോയപ്പോ നോക്കി. അപ്പൊ ഏതായാലും ചക്കരയുടെ ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മ യാതൊരു കാരണവശാലും പേടിക്കണ്ട. ചക്കര ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ അറിയാം. ഇനി അവിടെ വന്നാൽ ഇതൊക്കെ ഉണ്ടാക്കി തരും നമ്മുടെ സ്റ്റൈലില്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.